നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പ് കോഫി ഹൗസിൽ നിന്നാണ്. തളിപ്പറമ്പിലുള്ളപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഇവിടുന്നാണ്. കുറേ നാളുകൾ ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കണ്ട കാഴ്ച എനിക്ക് വലിയ വേദന ഉളവാക്കി. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. സാധാരണഗതിയിൽ ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ്. പക്ഷെ ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിൽ ആളുകൾ വളരെ കുറഞ്ഞിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം തളിപ്പറമ്പുകാർക്കറിയാം. തളിപ്പറമ്പിൽ ഈയിടെയായി പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പ്രചരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കോഫി ഹൗസിൻ്റെയും പേര് അതിലേക്ക് വലിച്ചെടുത്തത്. പലരും എന്നോട് ചോദിച്ചു, കോഫി ഹൗസ് അടച്ചിട്ടിട്ട് ശ്രീനി ആലക്കോട് എന്താണ് വീഡിയോ ചെയ്യാതിരുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യൻ കോഫി ഹൗസിൽ മാത്രമുണ്ടായ ഒരു വിഷയമല്ല ഇത്. തളിപ്പറമ്പ് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 400-ലധികം രോഗികൾ ഇത്തരത്തിലുണ്ടായി എന്നുള്ളതാണ് കൃത്യമായ വിവരം. അപ്പോൾ കോഫി ഹൗസിലേക്ക് വരുന്ന വെള്ളവും മറ്റുള്ള ഹോട്ടലുകളിലേക്ക് വരുന്ന വെള്ളവും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരു ഏജൻസിയാണ് ഇറങ്ങിക്കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ മാത്രം അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നു. ഇവിടത്തേക്കുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇത് ഒരു വ്യക്തിയുടെ സ്ഥാപനമല്ല, ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ സ്ഥാപനം. മഹാനായ AKG പടുത്തുയർത്തിയ ആ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, ഇവിടെ അങ്ങനെ യാതൊരുവിധ വിഷയങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് ഇവർ പെയിൻ്റൊക്കെ ചെയ്ത് ടൈൽസൊക്കെ ആക്കി ബാത്റൂമൊക്കെ വളരെ ക്ലീനാക്കി. ഇപ്പോൾ നേരത്തെ വെള്ളം കൊടുത്തത് ഏജൻസിയെ തന്നെ അപ്പാടെ ഒഴിവാക്കിയിട്ടാണ് പുതിയ രീതിയിൽ ഈ കോഫി ഹൗസ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് കഴിക്കണം. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത മായമൊന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരണം. ഈ മഹത്തായ സംരംഭത്തിന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഒത്തൊരുമയോടുകൂടി കൈകോർക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.